നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ അവളെ ഉപദ്രവിക്കുന്നത് മതി. ഇല്ല അച്ഛാ, ഞാൻ അവളെ ഉപദ്രവിക്കും. ഞാൻ അവളെ എന്റെ ജീവനെ പോലെ സ്നേഹിക്കും. ആരാ? മോനെ, പേടിച്ചു പോയ അച്ഛാ? പേടിക്കണ്ട അച്ഛാ, ഇത് ഞാനല്ലേ. അച്ഛനിരിക്കെ, നമുക്ക് കുറച്ച് സംസാരിക്കണം. അച്ഛാ, എനിക്ക് കുട്ടിക്കാലം മുതലൊരു ശീലമുണ്ട്. എന്നെ ആരെങ്കിലും ഒന്ന് നുള്ളി നോവിച്ച പോലും ഞാൻ അവരെ വെറുതെ വിടില്ല. അപ്പൊ പിന്നെ തന്നെ ഞാൻ വെച്ചേക്കോ മോനെ. തന്റെ മകളെ വേദനിപ്പിച്ച താൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ? ഞാൻ അവളെ ഇനി വേദനിപ്പിക്കും. ഒരു നിമിഷം പോലും ഞാൻ അവൾക്ക് സമാധാനവും സ്വസ്ഥതയും കൊടുക്കില്ല. ഇതുവരെ അവൾ ഈ വീട്ടിൽ അനുഭവിച്ചത് എന്താണെന്നറിഞ്ഞാലേ താൻ ചങ്കുപൊട്ടി മരിക്കൂടെ. മോനെ, എടാ, എടാ. ഞാനൊരു കഥ പറയട്ടെ അച്ഛാ. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അമ്മാവനൊരു പെൺകുട്ടിയെ പ്രണയിച്ചിരുന്നു.
അവള് ചതിച്ചത് കാരണം മനം നൊന്ത് ഈ വീട്ടിനകത്ത് തൂങ്ങി നിന്ന് എൻ്റെ അമ്മാവന്റെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. ആ സ്ത്രീ മാത്രമാണ് അങ്ങനെയെന്ന് ഞാൻ അന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ലെന്ന് എന്റെ അനുഭവം എന്നെ പഠിപ്പിച്ചു. ഞാനിപ്പോഴും പഠിച്ചോണ്ടിരിക്കുക. പഠിപ്പിക്കുന്നത് ആരാ? തന്റെ മോള്. എന്റെ ജീവിതത്തിലേക്ക് ഒരു വെളിച്ചമായി കടന്നു വന്നതാ അവള്. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് കൂരി ഇരുട്ടിലേക്കാണ് അവൾ എന്നെ തള്ളിയിട്ടോണ്ടിരിക്കുന്നത്. നീ അവളെ ഉപദ്രവിക്കുന്നത് മതി. ഛേ, ഇല്ലച്ചാ, ഞാൻ അവളെ ഉപദ്രവിക്കും. ഞാൻ അവളെ എന്റെ ജീവനെ പോലെ സ്നേഹിക്കും. സ്നേഹിച്ച് ഞാൻ അവളെ അങ്ങ് കൊല്ലും. ഞാനിപ്പോ അച്ഛനെ സ്നേഹിക്കാൻ പോകുന്ന പോലെ. ജീവനെ എല്ലാരോടും സ്നേഹം. അച്ഛൻ കിടന്നു സമാധാനായിട്ട് ഉറങ്ങിക്കോ. മോളെ കിടക്ക. മോളെ കിടക്ക്. മോളെ എന്തു പറ്റിയച്ചാ? നാളെ രാവിലെ വെള്ളത്തുണിയിൽ പുതച്ചിരിക്കുന്ന തന്റെ ശരീരം കണ്ട് കരഞ്ഞിരിക്കുന്ന തന്റെ മോളുണ്ടല്ലോ, അവളെ ഞാൻ കൊല്ലും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.